ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ കടന്നു പോകാനിടയായി. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. कि ईरान युद्ध में भारत कहां खड़ा है। भारत के विषय में किसी को कोई संदेह नहीं होना चाहिए कि हम इजरायल के साथ खड़े हैं। इजरायल और भारत का लक्ष्य एक ही है। इजरायल को ग्रेटर इजरायल बनना है और भारत को अखंड भारत बनना है। ईरान जैसे आतंकवादी राष्ट्र यदि गिरेंगे तभी भारत को पाकिस्तान को परास्त करने का अवसर मिलेगा। ये अफगानिस्तान, बांग्लादेश, नेपाल और श्रीलंका तो बिना युद्ध के ही अखंड भारत बनेंगे। हमारा मुख्य लक्ष्य पाकिस्तान है और ईरान के विनाश के बिना ये लक्ष्य वास्तविकता नहीं बन सकता। ईरान को अपने आतंकवाद का परिणाम भुगतना होगा। ഓക്കെ, ഈ കണ്ട വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്, ഞങ്ങൾ യുദ്ധത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇറാന്റെ കൂടെയാണോ അതോ ഇസ്രായേലിന്റെ കൂടെയാണോ? ഇസ്രായേലിന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ഇസ്രായേൽ. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെയുള്ള എല്ലാ പ്രദേശങ്ങളും കീഴ്പ്പെടുത്തുക. അത് ഗ്രേറ്റർ ഇസ്രായേലിന്റെ സിമ്പല് ഇവിടെയുണ്ട്. അതായത് ഇറാഖിന്റെയും സിറിയയുടെയും യമന്റെയും സൗദി അറേബ്യയുടെയും എല്ലാം ഒരു പോർഷൻ കീഴ്പ്പെടുത്തി അത് തങ്ങളുടേതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഞാൻ അതിന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇറാഖിലോ സിറിയയിലോ താമസിക്കുന്ന ഒരാളാണെങ്കിൽ, വേറെ ഒരു സാമ്രാജ്യത്തെ ശക്തി ഞങ്ങളുടെ നാട് കീഴ്പ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഒരു സാമ്രാജ്യത്തെ ശക്തിയായിട്ട് ആണ് RSSനെ പരിചയപ്പെടുത്തുന്നത്. അവരതിനെ പറയുന്നത് അഖണ്ഡ ഭാരതം എന്നാണ്. ഇറാൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പാകിസ്ഥാനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേപ്പാളും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും അതുപോലുള്ള ബർമ്മ പോലുള്ള കൺട്രികളൊക്കെ ഞങ്ങൾക്ക് യുദ്ധം കൂടാതെ ഞങ്ങളെ പേടിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് ചേരും. ഇത് ആണോ തീവ്രവാദം? അതോ സ്വന്തം ജീവന് വേണ്ടി പോരാടുന്ന ഒരു ജനത നടത്തുന്ന പോരാട്ടമാണോ തീവ്രവാദം? തീവ്രവാദം എന്തെന്ന് ആദ്യം തിരിച്ചറിയണം. തീവ്രവാദി എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തൊപ്പിയും തലപ്പാവും വെച്ച് ഒരു ശുഭ്രവസ്ത്രധാരിയാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റണം. നമ്മൾക്ക് എല്ലാവർക്കും അറിയും RSSന്റെ സിദ്ധാന്തം തന്നെ അവർ ഉദ്ദേശിക്കുന്ന ആര്യൻ സുപ്രീമസി തിയറി. അവരുടെ ബ്ലഡിൽ തന്നെ അവര് ഉന്നതന്മാരാണ് എന്ന് പറയുന്നതാണ്. ഞാൻ പാണല്ല, എന്റെ പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിലുമില്ല എന്ന് പറയുന്ന വേടനൊരു വേട്ടയാടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഐഡിയോളജി, അവരുടെ ഈ വിശുദ്ധ രക്തം ഒഴുകുന്നത് അവരുടെ കീഴ്പ്പെട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ തലവർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തീവ്രവാദികളാണ്. അന്യന്റെ നാടും അവരുടെ മണ്ണും പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പുണ്യവാളന്മാരും. ഇത് വളരെ നല്ല ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീവ്രവാദം എന്തെന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ശുഭ്രവസ്ത്രധാരിയായ താടി വയ്ക്കുന്ന പള്ളിയിൽ പോകുന്ന ഒരു സാധാ മുസൽമാനാണ് നിങ്ങൾക്ക് തീവ്രവാദിയെങ്കിൽ തെറ്റി. അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദിയായിട്ട് ജൂയിഷ്, അവര് നിങ്ങൾക്ക് തീവ്രവാദിയല്ല. ലോകത്ത് എല്ലായിടത്തും പോയിട്ട് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന അമേരിക്കൻ ക്രിസ്ത്യൻസ് സാമ്രാജ്യത്തിൽ നിങ്ങൾക്ക് തീവ്രവാദിയല്ല. സിറിയയിൽ നിങ്ങൾ എടുത്തു നോക്കൂ, ഇപ്പോൾ അവിടെ ആരാണ് പ്രസിഡന്റ്? നിങ്ങൾക്ക് എപ്പോ ഒരാൾ അനഭിമതനാകുന്നു ആ നിമിഷം തൊട്ട് അവർ തീവ്രവാദിയായി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് ഷെയർ. ഈ വീഡിയോ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.